ബെഡ്ഫോർഡിലെ റീഗന്റെ മരണത്തിലെ ദുരൂഹതകൾ നീക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൊതുദർശനം നാളെ സോളിഹളിലെ ദേവാലയത്തിൽ. ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക്. സംസ്കാരം ജന്മനാട്ടിൽ. വാർത്ത വിശദമായി. വെയർഹൌസിലെ ജോലിക്കിടെ അപകടത്തിൽ മരണപ്പെട്ട പെരുമ്പാവൂർ കാലടി സ്വദേശി റീഗൻ ജോസിന്റെ പൊതുദർശനവും ശുശ്രൂഷകളും നാളെ നടക്കും. സോളിഹളിലെ ഓൾട്ടർഫിയറി ആസ്റ്റ് ചർച്ചിൽ നാളെ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 5 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ടാകും. ചടങ്ങുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റീഗന്റെ മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യേണ്ടതിനാൽ മൃതദേഹം ബർമിംഗ്ഹാമിലുള്ള ഫ്യൂണറൽ സർവീസ് ഏറ്റെടുക്കുകയും നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യാർത്ഥമാണ് സോളിഹളിൽ പൊതുദർശനം നടത്തുന്നത്. റീഗന്റെ സഹോദരനായ വൈദികന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി ബുധനാഴ്ചയോടുകൂടിയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. UK മലയാളികളെ ആകമാനം കണ്ണീരിലാഴ്ത്തിയ ദുഃഖകരമായ വാർത്തയായിരുന്നു 2 ആഴ്ച മുന്നേ എത്തിയത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വെറും 4 മാസം മുമ്പ് UK എത്തിയ റീഗനെ കാത്തിരുന്നത് അതിദാരുണമായ വിടപറച്ചിലായിരുന്നു. ഇന്നലെയാണ് റീഗന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. വെയർഹൌസിൽ വെച്ച് ഒരു വലിയ ബീം തലയിൽ വന്ന് പതിക്കുകയും അതുമൂലമുണ്ടായ ഗുരുതരമായ തലക്കേറ്റ പരിക്കാണ് മരണകാരണമായി മാറിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ വേറെ ഒരു രീതിയുമുള്ള സംശയാസ്പദമായ ഒരു സംഭവങ്ങളും മരണത്തിനു പുറകിൽ ഇല്ലെന്ന് പോലീസ് വ്യക്തമായി അറിയിച്ചു. കൂടാതെ കമ്പനിയിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഫ്യൂണറൽ ഡയറക്ടേഴ്സിന് റീഗന്റെ മൃതദേഹം ഇന്നു തന്നെ വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആയതിനാൽ ബർമിംഗ്ഹാമിൽ വെച്ച് നാളെ UK സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി പൊതുദർശനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.